എല്ലാവർക്കും നമസ്കാരം. ജാസ്മിൻ ജാഫറിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. ഇത് ചെയ്യണമെന്ന് എനിക്ക് സ്വന്തമായിട്ട് അങ്ങ് രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു സ്വഭാവമാണ് ജാസ്മിൻ്റെ. കണ്ടമാനം പ്രോഡക്റ്റ് ഓരോ ദിവസവും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ അകത്തൂടെ ഒരു ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയൊക്കെ ക്രീമുകളും ഇത്രയൊക്കെ കാര്യങ്ങൾ സമൂഹത്തിൽ പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഉപകാരമുണ്ട്. അത് മേടിക്കണമെന്ന് ജാസ്മിൻ ഒരു നിർബന്ധവുമില്ല. കാണുന്നവർക്ക് അവരതേപ്പറ്റി അന്വേഷിച്ച് തിരക്കി അവരുടെ സ്കിന്നിനുമൊക്കെ ചേരുന്നതാണേ വാങ്ങുക. ഈ പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ജാസ്മിൻ ചെയ്യുന്ന ഒരു ഉപകാരം സമൂഹത്തിന്. പക്ഷേ ജാസ്മിന് കുറച്ചുകൂടെ സമൂഹത്തിനോടൊരു ബാധ്യത വേണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരത്തേക്ക് യാത്ര പോകാനും അല്ലെങ്കിൽ എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുക എല്ലാവർക്കും പണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഈ കമ്പനിക്കാർ ഒരെണ്ണത്തിൻ്റെ പുറകെ ഒരെണ്ണമായിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സൺക്രീം പോലും ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ എഫക്റ്റ് ഉണ്ടോ, അത് ആ പറയുന്നത് ശരിയാണോ എന്നറിയണം. 3 മാസം അവധി കൊടുക്കണം. ജാസ്മിൻ ഡെയിലി ഒരു 5-6 എണ്ണം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഇത്രയും ക്രീമിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വേറെ ഒരു വ്ളോഗർ പോലും ഇല്ല. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഇല്ലെന്ന് പറയാൻ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം വിശദീകരണ വീഡിയോ ആയിട്ട് ജാസ്മിൻ വന്നിട്ടുണ്ട്. പണ്ട് ജാസ്മിൻ വെളുത്തിട്ട് പാറട്ട ചെയ്തപ്പം അന്ന് അത് തേച്ച് കിഡ്നിയും കരളും പോയി ചത്തുപോയ ആൾക്കാരുണ്ട്. ഡോക്ടർമാരന്ന് അത് വീഡിയോ ചെയ്തു. ഈ ഒരു ക്രീം തേച്ചാൽ അപകടമാണ് എന്നുള്ള രീതി. അന്നാണ് ആദ്യമായിട്ട് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ സ്കിന്നിൻ്റെ പുറത്ത് തേക്കുന്ന എല്ലാം അയ്യോ എന്നെ കൊല്ലുന്നതെന്ന് പറഞ്ഞ് കരളകത്തിരുന്ന് കരയുക എന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു. സ്കിന്നിലല്ല തേക്കുന്നത് നമ്മൾ ഓർക്കും. പക്ഷേ അങ്ങനെയല്ല, കരളിനും കിഡ്നിക്കും ഒക്കെ അന്നേരം പ്രശ്നം. ഈ ഡൈ ഇടുന്നത് പോലും അപ്പം ബ്ലഡ് എടുത്ത് പരിശോധിച്ചാൽ ഹെയർ ഡൈ ഒക്കെ അന്നേരം പരിശോധിച്ചാൽ അറിയാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ വെളുത്തിട്ട് പാർട്ടേൻ്റെ കാര്യം ഡോക്ടർമാർ ചെയ്തപ്പോൾ സകല റിയാക്ഷൻ ചാനലുകാരും ജാസ്മിനെതിരെ വീഡിയോ ചെയ്തു. അപ്പോൾ ജാസ്മിൻ എന്താ ചെയ്തെന്നറിയാവോ? അവരുടെയൊക്കെ വാ മൂടിക്കെട്ടാൻ വേണ്ടി നിപ്പിക്കൊണ്ട് കേസ് കൊടുത്ത് DSPക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അവിടോട്ട് പോകുന്നു, പരാതി കൊടുക്കുന്നതൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിട്ടിട്ട് ജാസ്മിൻ ഒരു വീഡിയോയിൽ വന്ന് ജാസ്മിൻ്റെ ചാനലിൽ പറയുക, മര്യാദയ്ക്ക് എനിക്കെതിരെ വീഡിയോ ഇട്ടവരെല്ലാം ഇപ്പോൾ റിമൂവ് ചെയ്തോണം, അല്ലെങ്കിൽ അവർക്കെല്ലാം എതിരെ കേസിന് പോകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തു. അന്ന് തൻ്റെ ഇടത്തോടെ നീ കൊണ്ട് കേസ് കൊടുക്കടി, ഞങ്ങൾ റിമൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിന്ന വ്ളോഗേഴ്സും ഉണ്ട്. അതല്ലാതെ പേടിച്ച് വീഡിയോ റിമൂവ് ചെയ്തവരുമുണ്ട്. ഈ പുള്ളിക്കാരത്തി അന്നും എന്നും ഈ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ബ്യൂട്ടി ബ്ലോഗർ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒരു 40 ദിവസം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യം ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അവരുടെ പൊടി പോലും ഇല്ലായിരുന്നു പിന്നെ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഗ്ലൂട്ടാത്തയോണ്ട് ടാബ്ലറ്റുമായിട്ട് ന്യൂട്രീസിൻ്റെ ടാബ്ലറ്റുമായിട്ട് വന്ന് പരസ്യം പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് അത് കഴിച്ചാൽ വെളുക്കും എന്നുള്ളതാണ്. അപ്പം അതിനെതിരെ റിയാക്ഷൻ ഇട്ടു ഒരു സ്ത്രീ. അതിനൊപ്പം ഇഷ്ടംപോലെ ആൾക്കാർ റിയാക്ഷൻ ഇട്ടു. അവർ റിയാക്ഷൻ ഇട്ട എന്താണെന്ന് കേൾക്കാം. ഗേൾസിനോടാണ് 1 മില്യന്റെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. എത്ര വലിയ ഫാൻസ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 5 കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നല്ല കാര്യം തന്നെ. അടുത്തേലും ഏജ് ആയാലും എന്റെ സ്കിന്നിന് വലിയ പ്രശ്നം പറ്റില്ല. 2024ലും 2025ലും എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ടെന്ന്. 2024 അങ്ങനെ 2025 അങ്ങനെ അല്ലേ. എനിക്ക് ഈ ഫോട്ടോ കണ്ട് വിശ്വസിച്ച് ലിങ്ക് എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ. പറ്റിക്കുന്നതിന് ഒരു കണക്കില്ലേ? അല്ലെങ്കിൽ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിക്കൂടെ ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടിട്ട് ഫോട്ടോ ആണെന്ന്. എന്നിട്ട് അത് കണ്ടിട്ട് ലിങ്ക് ചോദിച്ചാൽ ഇങ്ങനെ നിങ്ങൾ തോന്നുന്നത്. പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. നിങ്ങൾ ക്രീം ഫേസിൽ പുറത്തുനിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവര് പറയും. നമ്മൾ വല്ല ക്രീമോ ഒന്നും വൈ തേക്കുന്ന പോലെയല്ല ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. ഇന്ന് ഈ വീഡിയോക്കെതിരെ അനന്തു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ തെളിവോടും കൂടി CBI അന്വേഷിക്കുന്ന പോലെയാണ് അനന്തു ഓരോ വീഡിയോയും ചെയ്യുന്നത്. അധികം നുണ പറയല. അത് അനന്തുവിൻ്റെ ചാനലിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്ന ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഈ തമ്പനയിൽ കണ്ടമാനം നുണ എഴുതി വെക്കുന്നത് അങ്ങനത്തെ പരിപാടി ചെയ്യാറില്ല. പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പം നുണ വല്ലാതെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വ്യൂവേഴ്സിനെ പറ്റിക്കുന്ന ആ രീതിയില്ല. ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേരുകൾ വരെ തേടിപ്പോയാണ് ചെയ്യുന്നത്. അപ്പോൾ അനന്തു നല്ലതായിട്ട് ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ജാസ്മിൻ ഈ പറയുന്ന ഓരോ വാക്കെടുത്ത് വെച്ച് അതിൻ്റെ മറുപടി പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ കാര്യമായിട്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി പറഞ്ഞതിനെതിരെയായിട്ട് ജാസ്മിൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി കാണാം. അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ വീഡിയോസ് കാണാനിടയായി. അതിനകത്ത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീറ്റ് ന്യൂട്രീസിന്റെ ഒരു ഗ്ലൂട്ടോത്തൈൻ ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതിൽ ഞാൻ കൊടുത്തേക്കുന്ന ഞാൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഞാൻ നോർമലി എന്റെ ട്രാവലിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രാവലിനിടയിൽ എന്റെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലും ഒരു സ്കിന്നിൽ എന്തെങ്കിലും ടാൻ അടിച്ചാലും എന്ത് ചെയ്താലും എന്നെ അത് ഒരുപാട് ബാധിക്കാറില്ല. കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്റെ സ്കിന്നിന് എനിക്ക് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്. എന്റെ 2024 2025 പിക്ക് ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം എന്നായിരുന്നു എന്റെ വീഡിയോ.
അപ്പൊ ആ വീഡിയോ ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്തതാണ്. ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഈ 2 ഫോട്ടോയും ഒരു എഡിറ്റഡ് ഫോട്ടോ ആണ്, പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലിങ്ക് എന്ന് ചോദിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. സോ ഫസ്റ്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യാം, ഈ 2 ഫോട്ടോയും എഡിറ്റഡ് ഫോട്ടോ അല്ല. ഇതിൽ ഏതാണ് ഈ കുട്ടി എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് 2025 എന്റെ സ്കിന്ന് ബെറ്റർ ആയതാണോ എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സ്കിന്ന് ഡൾ ആയിട്ടിരിക്കുന്നതാണോ ഞാൻ എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. സോ ഇത് രണ്ടും എഡിറ്റഡ് അല്ല, രണ്ടും എന്റെ ആ സമയത്തുള്ള റോ സ്കിന്നാണ് കേട്ടോ. ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. 2024 എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നത് ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ആണ്. ഞാൻ 2023 സെപ്റ്റംബർ സംതിങ്ങിനാണ് എടുക്കുന്നത്. എന്നിട്ട് 2024 പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ലൈക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ 2024 2025 എന്റെ സ്കിന്ന് ഡൾ ആയിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാവട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. ഞാൻ അധികം സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. ഞാൻ ഈ പറയുന്നത് സപ്ലിമെന്റ്സ് എടുത്തില്ലെങ്കിൽ ഒക്കെ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. അത് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ബാക്ക് ടു ആ ട്രാക്കിലോട്ട് വരേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ സ്കിന്ന് കെയർ ചെയ്യാറുണ്ട്. സോ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിനകത്ത് ഞാൻ ഒരു തരത്തിലുള്ള ഒരു തുള്ളി എഡിറ്റിങ്ങോ എക്സ്പോഷർ കൂട്ടോ വിവിഡിടോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ആ ടൈമിൽ തന്നെ ഞാൻ വേറെ വീഡിയോസ് എടുത്തതിന്റെ ഇത് കൊടുത്തേക്കാം. ഞാനും എന്റെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയപ്പോൾ ഉള്ളൊരു ടൈമാണ് കേട്ടോ അത്. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. എനിക്ക് പഴയ ആ ഒരു ഫ്ലോയിലേക്ക് ഇല്ല കേട്ടോ. എനിക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ഞാനൊന്ന് തടയുന്നുണ്ട്. ആ ഒരു ട്രാക്കിലോട്ട് വരുന്നേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് കുറച്ച് കമന്റ്സുകൾ ഞാൻ കണ്ടു. ഇത് എഡിറ്റഡ് ആയിരിക്കില്ല, മേ ബി ഫോണിന്റെ ചേഞ്ച് കാരണം അതിലുള്ള ഡിഫറൻസ് ആവും. ഞാൻ നോക്കിയ ഫോണൊന്നുമല്ല കേട്ടോ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞാൻ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോണൊന്നുമല്ല. ഞാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 16 Pro ആണ്. കാരണം അതിന്റെ ഒരു ഇതും കൂടെ ഞാൻ കൊടുത്തേക്കാം. യാസ്മിൻ ഇപ്പോൾ സംസാരിക്കാൻ അങ്ങോട്ടൊരു ഫ്ലോ വരുന്നില്ല, സംസാരിക്കുന്നില്ല. എന്താ കാര്യം എന്നറിയാം, യാസ്മിൻ ഇപ്പോൾ വ്ലോഗ് ചെയ്യുന്നില്ല. ആകെ കൂടി ജനങ്ങളോടൊന്നും സംസാരിക്കാനൊന്നും പുള്ളിക്കാരത്തേക്ക് മൂടില്ല, എന്തോ മൂഡ് ഔട്ടാണ്. പുള്ളിക്കാരത്തി ആകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൈസ കിട്ടണം. അതിന് മൂഡ് ഔട്ടിനെ ഒന്നും ബാധിക്കില്ല, പൈസ കിട്ടണം. ആ പൈസ കിട്ടാൻ വേണ്ടി ആകെ കൂടി വന്ന് കഥ പറയുന്നില്ല. ട്രാവൽ ബ്ലോഗ് ആണെന്നൊക്കെ നമുക്ക് തോന്നും, അല്ലെ മോട്ടിവേഷൻ സംസാരമാണെന്നൊക്കെ തോന്നും. അതിൻ്റെ അവസാനം എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്ന പെയ്ഡ് പ്രൊമോഷനാണ്. അങ്ങനെയാണ് അതിപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വലിയൊരു കഥ. ഇവരെയൊക്കെ ഈ പെയ്ഡ് പ്രൊമോഷന് വിടുന്നതിന്, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷന് വിടുന്നതിന് പകരം ഇവരെ കഥ എഴുതാൻ വിട്ടിരുന്നെങ്കിലോ എന്ന് ഞാൻ കേൾക്കുമ്പോൾ ആലോചിക്കാറുണ്ട്. അത്രയും കഥ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കഥ എഴുതി വിടും. പിന്നെ ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞാൽ അത് ഫാറ്റി ലിവർ അല്ലെ കരളിൻ്റെ അസുഖത്തിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു മരുന്നാണ്. ആ മരുന്ന് കഴിച്ച് കുറേ ആയപ്പോഴത്തേനും ആൾക്കാരുടെ നോക്കിയപ്പോൾ വ്യത്യാസം വന്നവരൊക്കെ വെളുത്തു തുടങ്ങി എന്നുള്ളതാണ് സത്യം. അന്ന് തൊട്ടാണ് അത് വെളുക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്നും പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർ ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ ടാബ്ലറ്റൊക്കെ വെളുക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ ഒരു പക്ഷേ കരളിന് നല്ലതായിരിക്കും. പക്ഷേ എങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളുക്കുന്ന പോലെ തന്നെ മുടിയും വെളുക്കും കേട്ടോ. അങ്ങനെ കൂടെ ഒരു സൈഡ് എഫക്റ്റ് ആ സാധനത്തിനുണ്ട്. രണ്ടാമത് ഈ ടാബ്ലറ്റ് ഇത് ഇൻസ്റ്റയിലൊരു ഇപ്പം എൻ്റെ ആ വീഡിയോ ഇല്ലേ, ഞാൻ കണ്ടുപോയതാണ്. പുള്ളിക്കാരത്തി ഇന്ന് സത്യസന്ധമായിട്ട് റിവ്യൂ പറയുന്നുണ്ട്. ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി പറയുന്ന അല്ലാതെ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം കഴിച്ചാൽ നമ്മളിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് നമുക്കൊരു ഫംഗ്ഷന് പോകാനുണ്ടെങ്കിൽ ഈ ഒരു എണ്ണം എടുത്ത് കഴിച്ചാൽ ആ 2 ആഴ്ചത്തേനും നമ്മൾ കുറച്ചുകൂടെ ഒരു ശകലം വെളുത്ത് വരും. ഫംഗ്ഷൻ കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നമ്മൾ വീണ്ടും കറുത്തു പോകും. കാരണം ഇതിൻ്റെ എഫക്റ്റ് ഒരാഴ്ച നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കിയപ്പോൾ അതുപോലുമില്ല. പലരും കാശ് മുടക്കിയാലും പലരിലും ഇതൊക്കെ പല പോലെയാണ്. ഒരു മാറ്റവും ഉണ്ടാകാത്തവരുണ്ട്. ചിലർ പറയുന്ന മുഖത്തിന് മാത്രം ഒരു ചെറിയ മാറ്റം ഉണ്ടായെന്ന്. സത്യം പറഞ്ഞാൽ ഈ ടാബ്ലറ്റിന് മുടക്കുന്ന കാശ് വെറും വേസ്റ്റായിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതിൻ്റെ IV അത് ജാസ്മിൻ പിന്നെ പറയുന്നുണ്ട്. ജാസ്മിനിൻ്റെ IV എടുത്തിട്ടുണ്ട്. അത് അതിനൊക്കെ 15 അത്രയൊക്കെയോ പൈസയാകും. അതും ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കി അറിഞ്ഞിട്ട് വേണം അത് പോയി ചെയ്യാൻ. ഇല്ലേ അവിടെയും തട്ടിപ്പുണ്ടെന്നാണ് പറയുന്നത്. അത് കുറച്ചെങ്ങാണ്ട് ചേർക്കുള്ളൂ, ബാക്കി വേറെ എന്തോ ചേർത്ത് IV ഇഞ്ചക്ഷനായിട്ട് കൊടുക്കും. അതും തട്ടിപ്പാണ്. അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം പോയി ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ കുറച്ച് മാറ്റം കുറേ എണ്ണം എടുക്കണമെന്ന് തോന്നുന്നു. പിന്നെ അതും നിറം പോവും. അല്ലാതെ ഇതിനൊന്നും കാശ് മുടക്കുന്ന കാര്യമില്ല. പിന്നെ യാസ്മിൻ പറയുന്ന ഒരു കാര്യം എന്താ, നിങ്ങൾ വേണേ എടുത്താൽ മതി, ഞാൻ നുണയാ പറയുന്നത്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടോ, അതാണ് ഇതാണെന്ന്. പക്ഷേ അങ്ങനെ പറയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ജാസ്മിൻ ഈ വീഡിയോ ചെയ്യാൻ ഇങ്ങനെ വരരുത് ഈ ചാനലിട്ട്. കാരണം ജാസ്മിൻ്റെ സംസാരവും അല്ലെങ്കിൽ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ, ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ താഴെ ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻറ്റ് വരും. ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതെല്ലാം അന്ധമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർ ഈ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന എന്തും അതേപടി വിഴുങ്ങും. വിഴുങ്ങാത്തവരാരാ ബുദ്ധിയോടെ ചിന്തിച്ച് ജാസ്മിൻ ഒരു പുതിയ പ്രോഡക്റ്റ് കാണിച്ചു, ഞങ്ങൾ അതേപ്പറ്റി പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അല്ലെ എവിടെയാണ് സെർച്ച് ചെയ്ത് ഞങ്ങൾ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമേ വാങ്ങൂ എന്നൊക്കെ വാചകടിക്കുന്നവരുണ്ട്. ഇതൊന്നും അല്ലാതെ ഈ ടീനേജ് പ്രായക്കാരായ പെൺപിള്ളേരുണ്ട്, അവർ കണ്ണാടിയെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 15-16 വയസ്സ്. അപ്പോൾ അവർക്കൊക്കെ എത്ര വെളുപ്പുണ്ടേലും അതൊന്നും പോരാ. ഇനി ആ വെളുപ്പുണ്ടേലും വേണ്ടില്ല, ഒരു മുഖക്കുരു വന്നാൽ പിന്നെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന പിള്ളേരാണുള്ളത്. ആ പിള്ളേരുടെ മുന്നിലേക്ക് മാതൃകയാണ്, അവരുടെയൊക്കെ റോൾ മോഡലാണ് ജാസ്മിൻ.
അപ്പോൾ ജാസ്മിനെ പോലെ ഒരു കുട്ടി ഉണ്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ഞാൻ അന്നിരുന്ന കണ്ടോ ഇന്നിരിക്കുന്ന കണ്ടോ എന്നെല്ലാം പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോഴത്തേനും നേരാണല്ലോ ജാസ്മിൻ്റെ പഴയ വീഡിയോ. ശരിയാണ്, ജാസ്മിൻ ഏതോ ഒരു ആൽബത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഇല്ലാതൊക്കെ കണ്ട ഇരുണ്ട നിറമാണ് ജാസ്മിൻ. അതിൽ നിന്നാണ് ജാസ്മിൻ ഇങ്ങനെ അയക്കുന്നത്. അതൊക്കെ ശരിക്കും സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയും ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കണ്ടും IV ഇഞ്ചക്ഷനും ഒക്കെ എടുത്തും എത്രയോ സിനിമാ നടികളെ നമുക്കറിയാം. എത്ര പേരുണ്ട് മലയാള സിനിമയിൽ തന്നെ വന്നപ്പോൾ നിറമില്ലാണ്ട് ഇപ്പം നല്ല നിറമായിട്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ പിന്നിൽ അത് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് അത് കാണിച്ചുകൊണ്ട് അവർ ഇപ്പം ആലീസ് ക്രിസ്റ്റി ജോൺ ലൈൻ ഏതോ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് ശരിയായെന്ന് പറയുന്നു. പോയി ഓപ്പറേഷൻ ചെയ്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല, അങ്ങനെയൊക്കെ പറയും. ഇവരെല്ലാം ഇങ്ങനെയാണ് പൈസയ്ക്ക് വേണ്ടി ജനങ്ങളെ അങ്ങ് പച്ചയ്ക്ക് അങ്ങ് പറ്റിച്ച് തിന്നുക ചെയ്യുന്നത്. ശരിക്കും ജാസ്മിന് ടൂർ പോലോ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും എല്ലാം ടൂർ പോകാൻ ഇഷ്ടംപോലെ കാശ് വേണം. ആ കാശിന് വേണ്ടി ഈ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരത് ജാസ്മിനെ ഇഷ്ടപ്പെട്ട് ചെയ്താൽ ഞാൻ അവരെ പറ്റിക്കാൻ പാടില്ല. ആ ചിന്ത ഇന്ന് വരെ വന്നിട്ടില്ല. ആ വെളുത്തിട്ട് പാറട്ട ക്രീം ചെയ്ത് ഏറിപ്പോയതാണ്. എന്നിട്ടും ജാസ്മിൻ പഠിച്ചിട്ടില്ല. ജാസ്മിന് കാശ് വേണം എന്നൊറ്റ ചിന്തയുള്ളൂ. അതിനെന്നിട്ട് ഇപ്പോഴാണ് എല്ലാം നേരത്തെ നമ്മുടെ വാടകയ്ക്കാൻ കേസ് കൊടുത്തേനെ. ഇപ്പോൾ വന്നിട്ടൊരു വിശദീകരണ വീഡിയോയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഈ പറയുന്ന ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ IV എടുക്കുന്നുണ്ടായിരുന്നു ഒരു സമയത്ത്, ഗ്ലൂട്ടോത്തൈൻ്റെ IV ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുള്ളൂ. ഗ്ലൂട്ടോത്തൈൻ ഒരിക്കലും നിങ്ങളുടെ നിങ്ങളുടെ സ്കിന്നിന് നല്ലത് ചെയ്യുന്നതാണ്. ഗ്ലൂട്ടോത്തൈൻ നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കരമായി വേളിപ്പിച്ച് പാറിച്ച് അങ്ങനല്ല പറയുന്നത്. നിങ്ങളുടെ സ്കിന്നിന് ബെറ്റർ ആക്കും. നിങ്ങളുടെ സ്കിന്നിൽ ടാൻ ഉണ്ടോ, നിങ്ങളുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ ഉണ്ടോ, നിങ്ങളുടെ സ്കിന്നിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളുടെ സ്കിന്നിൽ നല്ലത് കൊണ്ടുതരുന്ന സാധനമാണ് ഗ്ലൂട്ടോത്തൈൻ. അത് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, നിങ്ങൾ ചിലർ ഗ്ലൂട്ടോത്തൈൻ ക്രീം ആയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഈ ടാബ്ലറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രീം ആയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എനിക്ക് കുറച്ചുകൂടെ അഫോർഡ് ചെയ്യാനുള്ള ഒരു വെള്ളത്തിലിട്ട് കഴിക്കുന്ന ആ ടാബ്ലറ്റ് ആയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് ക്ലിനിക്കലി ആൾക്കാർ വരെ ഡെർമറ്റോളജിസ്റ്റ് വരെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഈ ഒരു പ്രൊഡക്റ്റ്. ഓൾസോ ഇതിപ്പം നിങ്ങൾക്ക് ഈ ഒരു ടാബ്ലറ്റ് അല്ല, എനിക്ക് കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് IV എടുക്കാം, IV ഇഞ്ചക്ഷൻ എടുക്കാം. അതിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ഏതാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റുക, നിങ്ങളത് ചെയ്യാം. ഇതിപ്പോ ഞാൻ പറഞ്ഞത് കേട്ടത് ജാസ്മിൻ പറഞ്ഞത് കൊണ്ട് മാത്രമായിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കണ്ട. എന്റെ വിശ്വാസമുള്ളവർ ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്താൽ നന്നാവും, വിശ്വാസമുള്ളവർ വാങ്ങിച്ചോ. ഓക്കെ, ഇല്ല ഇവിടെ ഉടായിപ്പാ, ലോക ഉടായിപ്പാ, നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, നോ പ്രോബ്ലം എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു വിശദീകരണ വീഡിയോ ഇടുന്നത്. പണ്ടാണ് പുള്ളിക്കാരത്തി കൊണ്ട് കേസ് കൊടുത്ത് അടയ്ക്കാൻ, അത് നടക്കില്ല നമ്പരെന്ന് അന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന് വിശദീകരണ വീഡിയോ ഇങ്ങനെയൊക്കെ ഇടുന്നത്, അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ആ പറയുന്നതിൻ്റെ അകത്ത് നുണയൊന്നുമില്ല. ഗ്ലൂട്ടാത്തയോൺ ഈ ടാബ്ലറ്റ് എടുത്ത് കാലങ്ങളോളം കഴിച്ചിട്ട് വലിയ ചിലർക്ക് ഫലം ഉണ്ടായെന്നും പറയുന്നു. പക്ഷേ അത് നിലനിൽക്കില്ല. വെറുതെ ആ പൈസ കൊണ്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത് ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയും. ഞങ്ങളുടെ വീടിൻ്റെ അകത്തൊരുത്ത് ഒരു പെങ്കൊച്ച് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ കൊച്ചിന് എന്തോ ഹാർട്ടിന് അസുഖം ഏതാണ്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കി വെച്ചിരിക്കുന്ന വീട്ടുകാരെ. കൊച്ചു പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു ബ്യൂട്ടി പാർലറിൽ പോയി മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് നിന്ന് ഇപ്പം ആ മുടി മുഴുവൻ പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതല്ലാതെ വേറെ എന്തോ ചെയ്യുന്നു, വല്ല ബോട്ടോക്സോ വല്ല എന്താണോ, അവരൊക്കെ കാശ് പിടുങ്ങായിരിക്കുന്നവരെ അടുത്ത എന്തോ ചെയ്താലേ പറ്റുള്ളൂ. അതിനും വരും 10,000-10,000 രൂപ. അപ്പോൾ ആ കാശ് ആ കൊച്ച് വീട്ടിൽ ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു പരീക്ഷ എന്തോ വരാൻ പോകുക, അതൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ പുറത്ത് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കി ആ പൈസയ്ക്ക് വേണ്ടി. വീട്ടുകാർ പൈസ കൊടുക്കുകയെന്ന് കണ്ടേനാണ് ആ ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയത്. ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥയൊന്നും ആലോചിച്ച്. ഈ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര കാശായി. ഇപ്പോൾ IV എടുക്കണമെങ്കിൽ 15-12 ഒക്കെ രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കൃത്യമൊന്നും അറിയില്ല, ഇങ്ങനെ പലയിടത്തുനിന്ന് കേട്ടാ. അതൊക്കെ എടുക്കാൻ ഇതേപോലെയൊക്കെ പിള്ളേർ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാനൊക്കെ പിള്ളേർ കിടന്ന് വാശി പിടിക്കുമ്പോൾ, ഈ പഠിക്കുന്ന പിള്ളേരുടെ കയ്യിൽ വരുമാനമൊന്നുമില്ല, ടീനേജ് പിള്ളേർ, അവർ കിടന്ന് വാശി പിടിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വിഷമിക്കുകയെന്ന്. എന്നാൽ ജാസ്മിൻ നേരത്തെ ഇരുണ്ട നിറാണ്, ഇപ്പം നല്ല ഫെയറായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട്. അത് ജാസ്മിൻ അതിൻ്റെ പുറത്ത് നല്ല കാശ് മുടക്കിയിട്ടാണ്. ജാസ്മിൻ അതിന് കാശ് കിട്ടുന്ന ഇതുപോലത്തെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് കാശ് ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ വീഡിയോ ഇടാൻ പോലും നേരെയല്ല, പ്രൊമോഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരത്തിയുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒന്നിനോടും ഒരു ഇതില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ജാസ്മിൻ ഈ പ്രായമേ ഈ പ്രായം കഴിഞ്ഞ് ജാസ്മിന് കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ ഈ കാലത്ത് ചെയ്തതൊന്നും ശരിയല്ലായിരുന്നു ആ കുട്ടിക്ക് തന്നെ മനസ്സിലാകും. അതുപോലെ പ്രായത്ത് ഞാൻ ശരിക്കും ആ കൊച്ചു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇത്ര ഭംഗിയുള്ള കൊച്ചാൽ അതിനെ സിനിമാക്കാർ കുത്തിക്കൊണ്ട് പൊക്കോളൂ എന്ന് പറയും. ഈ സിനിമാക്കാർ കുത്തിക്കൊണ്ട് വരുന്ന ഇതുപോലത്തെ പ്രൊമോഷനുമായിട്ട് അതിന് നിൽക്കേണ്ടി വരികയില്ല. ഇതിപ്പോൾ അതും നടന്നില്ല. നമ്മുടെ മലയാള സിനിമയല്ലേ, വേറെ ആൾക്കാരാണ്, അവർ കാസ്റ്റിംഗ് വെച്ചു അതും ഇതൊക്കെ അവരെടുക്കത്തില്ല, അത് വേറൊരു കാര്യം.
അങ്ങനത്തെ ഒരു കൂട്ടർ. ഏതായാലും ജാസ്മിന് കുറച്ചുകൂടെ ചിന്തിച്ച് ചെയ്യുന്നതാണ്. ഈ ഫോട്ടോയുടെ കാര്യമൊക്കെ അനന്തുമൊക്കെ ഇരുന്ന് വിസ്തരിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് സത്യം. എന്തെല്ലാം വാചകം അടിച്ചാലും. പിന്നെ ഇപ്പോൾ വാചകം അടിച്ച് ഒരു വീഡിയോ ചെയ്യാൻ തോന്നി, ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഏതായാലും ജാസ്മിൻ ഒരു കനിവ് കാണിച്ചു. നേരത്തെ ആണെ കൊണ്ട് കേസ് കൊടുത്തേനെ, അത് നടക്കില്ല എന്ന് മനസ്സിലായോണ്ടായി. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, ഈ ഇങ്ങോട്ട് വളർന്നു വരുന്ന 10-15 വയസ്സായ പിള്ളേർ മുഖക്കുരു വരുന്നതിനും നിറം വെക്കാനും ഒക്കെ വേണ്ടി വാരിക്കോരി അതുങ്ങളിത് മുഴുവൻ മേടിക്കും. അതുങ്ങളെ ഇങ്ങനെ ചതിക്കരുത്. അവനവന് തേച്ച് അത് നടക്കുന്ന കാര്യമല്ല. 3 മാസം ഉപയോഗിച്ചിട്ടേ പരസ്യം പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ വിശ്വസിച്ചോ, ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ്. ഏത് സാധനത്തിൻ്റെയും പരസ്യം പറയണേ, ആ പരസ്യം കൊടുക്കുന്ന ആ കമ്പനിക്കാർ ആ വാചകവും കൂടെ പറഞ്ഞു കൊടുക്കും. ഇവർ ഈ കഥയെല്ലാം ഉണ്ടാക്കി ഈ പറയുന്നതൊക്കെ അവരുടെയും കൂടെ നിർദ്ദേശം അനുസരിച്ചാണ്. അത്രയുണ്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റിൻ്റെ അകത്ത്. അവർ പറയും എന്ത് വാചകം, ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ടൈം വേണം ആ പരസ്യ വാചകങ്ങൾ, ഇത്ര ടൈമിനുള്ളിൽ ഇത്ര വട്ടം അതിൻ്റെ പേര് പറഞ്ഞിരിക്കണം, ഈ കഥ ഇതെല്ലാം അവർ പറഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പോഴത്തേക്കിനും ആവേശം മൊത്ത് കണ്ണും കാണാതെ ഇത് മുഴുവൻ വാരിത്തേച്ച് കാശും കളഞ്ഞ് എന്നിട്ട് ഫലം ഉണ്ടായില്ല. ധൃതിയിൽ ഉടനെ തന്നെ അടുത്ത വേറൊരു ബ്യൂട്ടി ബ്ലോഗർ വേറൊരെണ്ണം, അയ്യോ ഇതിനൊക്കെ ഇത്രയും ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാനും പരസ്യം പോലെ കരുതിയതാണ്, ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ച് പോയത്, ഇത്രയ്ക്ക് ഫലം കിട്ടുന്ന സാധനമാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ അതിലോട്ട് പോയി. ഇങ്ങനെ പോയി കാശ് കളഞ്ഞ് മാതാപിതാക്കളെ ഒന്നും ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും ഒക്കെ ഇതൊക്കെയൊന്നും മേടിച്ച് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ജാസ്മിൻ രണ്ടാമത് ഒരു വട്ടം കൂടെ റീത്തിങ്ക് ചെയ്യേണ്ട സമയമായി. വാരിക്കൊരു പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വാരിക്കൊരു ഇങ്ങനത്തെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് ജനങ്ങളെ പറ്റിക്കരുത്. ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.